നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP 4th സെമസ്റ്റർ വാല്യൂ ആഡഡ് കോഴ്സ് സയൻസ് വിദ്യാർത്ഥികളുടെ ശാസ്ത്രവും മാനവികതയും എന്ന പേപ്പറിലെ മനുഷ്യയന്ത്രങ്ങളും റോബോ ശരീരങ്ങളും. ഇത് കുറച്ചുകൂടി വലിയ ലേഖനമായിരുന്നു. ഫസ്റ്റ് പാർട്ട് വീഡിയോ കഴിഞ്ഞു. ഇത് സെക്കൻഡ് പാർട്ടാണ്. റോബോട്ടിക് അടിമ ശരീരം എന്ന ഹെഡിങ് മുതലായിരുന്നു നമുക്ക് ഇനി പറയാനുള്ളത്. നോക്കാം. റോബോട്ടിക് അടിമ ശരീരം. ഒരു റോബോട്ടിൻ്റെ പേര് എന്തുകൊണ്ട് കുഞ്ഞപ്പൻ എന്നായി മാറി എന്ന് ആലോചിക്കാവുന്നതാണ്. അതായത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഫിലിമിനെ കുറിച്ച് പറയണം. കുഞ്ഞും അപ്പനും ചേർന്നൊരു അസാധാരണ പേരാണിത്, കുഞ്ഞപ്പൻ. അപ്പോൾ ഈ കുഞ്ഞപ്പൻ കുഞ്ഞാണോ അപ്പനാണോ എന്ന് കൗതുകകരമായി ചിന്തിക്കാം. രൂപം കൊണ്ടും ഭാസ്കര പൊതുവാളിനോടുള്ള വിധേയത്വം കൊണ്ടും ഇതൊരു കുഞ്ഞാണെങ്കിൽ ഈ ഒരു ആൻഡ്രോയിഡ് വേർഷൻ ഉണ്ടല്ലോ റോബോട്ട്, സുബ്രഹ്മണ്യന് തോന്നുന്ന ഭീതി കൊണ്ടും ആദ്യ സീനിലെ കൊലപാതകം കൊണ്ടും ഇവനൊരു അധികാരിയായ അപ്പനാണെന്ന് പറയാം. ആദ്യ സീനിൽ റോബോട്ട് കൊല്ലുന്നത് ഒരു കറുത്ത വർഗ്ഗക്കാരനെയാണെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. നിങ്ങൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇല്ലെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ. ഈ പാഠത്തിൽ ഏകദേശം അത് തന്നെയാണ് വരുന്നത്. അപ്പം ഈ കൊലപാതകത്തിന് ശേഷമാണ് ചലച്ചിത്രത്തിൻ്റെ ടൈറ്റിൽ സ്ക്രീനിലേക്ക് വരുന്നത്, തുടക്കം. കാരണം ഈ സീൻ ചലച്ചിത്രത്തിൽ ഉടനീളം ഇടപെടണമെന്ന് സംവിധായകൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നർത്ഥം. അതായത് കുഞ്ഞപ്പൻ ഈ റോബോട്ട് ഭാസ്കര പൊതുവാളിനോട് നല്ല രീതിയിൽ പെരുമാറുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ആ ടെൻഷൻ വരണം, ഇയാളെ കൊല്ലോ എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ റോബോട്ട് ആദ്യം കൊല്ലുന്നത് കാണിച്ചിട്ട് സിനിമ തുടങ്ങുന്നത്. എന്നാൽ ചലച്ചിത്രത്തിൽ ഉടനീളം അവസാന സീനുകളിൽ ഒഴികെ ഈ കുഞ്ഞപ്പൻ ശാന്തനായ ഒരു ദാസനാണ്. വേണ്ട പണിയൊക്കെ എടുത്തു കൊടുക്കുകയാണ്. നാട്ടുകാർ പറയുന്നത് പോലെ ഓൻ ചായ വയ്ക്കും, തുണി നനയ്ക്കും, നിലം തുടയ്ക്കും, തീട്ടവും മൂത്രവും വാരും എന്ന നിലയിലേക്ക് നല്ലൊരു അടിമയായി മാറുകയാണ്. ഈ നിലയിൽ ഭാസ്കര പൊതുവാളിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞപ്പൻ വിശ്വസ്തനായ ഒരടിമയാണ്. ഒരടിമയെ കിട്ടിയതിലുള്ള സുഖാനുഭൂതിയാണ് അയാൾ പ്രകടിപ്പിക്കുന്നത്. മനസ്സിലായോ? അതിലെ ഭാസ്കര പൊതുവാൾ ഒരടിമയെ കിട്ടിയതിലുള്ള സന്തോഷമാണ്. പ്രത്യേകിച്ച് അയാളിൽ ആ ജാതീയമായ ഫ്യൂഡൽ മനോഭാവമൊക്കെ ഉള്ള ആളും കൂടിയാണ്. അപ്പോൾ പറയുന്നതൊക്കെ ചെയ്തു തരുന്ന ഒരു അടിമയെ കിട്ടിയ സന്തോഷമാണ് ഭാസ്കര പൊതുവാളുടെ, സുരാജിൻ്റെ ക്യാരക്ടറിൻ്റെ മനസ്സിൽ. സുബ്രഹ്മണ്യൻ, അതായത് സൗബിന്, പോയതിനു ശേഷമുള്ള ആദ്യ സീൻ മുതൽ ഇത് ദൃശ്യങ്ങൾക്കിടയിലൂടെ രഹസ്യമായി കടന്നു വരുന്നുണ്ട്. ഭാസ്കര പൊതുവാൾ ചവിട്ടി നോക്കിയപ്പോൾ റോബോട്ട് ചാഞ്ഞു പോകുന്നത് കണ്ട് അയാൾ ഊറിച്ചിരിക്കുന്നു. മനസ്സിലായോ? അയാൾ അധികാരം കാണിക്കുമ്പം ഈ റോബോട്ട് ചാഞ്ഞു പോകുന്നത് കണ്ടിട്ട് തൻ്റെ അധികാരത്തിൽ നിൽക്കുന്ന ഒരാളെന്ന് വിചാരിച്ചിട്ടുള്ള സന്തോഷം അത്. മൗസ് ഓണാക്കിയപ്പോൾ ജീവൻ വെച്ചതുപോലെ ഉയർന്നു വരുന്ന കുഞ്ഞമ്പനെ കണ്ട് ഭാസ്കര പൊതുവാൾ ഒന്ന് പരിഭ്രമിച്ചെങ്കിലും പേടിക്കേണ്ട, ഒരു റോബോട്ട് അതിൻ്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല എന്ന് കുഞ്ഞപ്പൻ പറഞ്ഞതോടെ ആർക്കറിയാം, അല്ലെങ്കിൽ പിടിച്ച് ഓഫാക്കി കളയും എന്ന് പൊതുവാൾ പ്രതികരിക്കുന്നു. ഈ നിലയിൽ ചവിട്ടിയാലും അടിച്ചാലും പ്രതികരിക്കാത്ത ഒരു ദാസനെയാണ് പൊതുവാൾ പ്രതീക്ഷിക്കുന്നത്. അതാണിപ്പോൾ അയാളുടെ ആ ഒരു ഫ്യൂഡൽ ക്യാരക്ടർ സിനിമയിലുടനീളം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനിണങ്ങുന്ന അടിമയായി നിൽക്കുന്ന ഒരു റോബോട്ടിനെയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. മുൻപേയുള്ള മനുഷ്യരായ ജോലിക്കാരോടുള്ള പൊതുവാളിൻ്റെ നിഷേധാത്മക സമീപനവും ഇതുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. ജോലിക്കാരായി പൂർണ്ണതയുള്ള ദാസ്യ ശരീരങ്ങളെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് മനുഷ്യരായ ജോലിക്കാർ അയാൾക്ക് സംതൃപ്തി നൽകാത്തത്. കാരണം ഒരു ഹോംലെസ് ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ അവരെയൊക്കെ വഴക്ക് പറയുന്നുണ്ട്. കാരണം ആ ഹോംലെസ്സിന് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ റോബോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വേലക്കാരനായി നിന്നോളും. അതാണ് ഈ റോബോട്ടിനെ ഇഷ്ടപ്പെടാനും മറ്റ് ഈ പറഞ്ഞ മനുഷ്യന്മാരായിട്ടുള്ള വേലക്കാരെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്ന് പറയാണ് കേട്ടോ. മലയാളിയല്ലാത്ത ജോലിക്കാരിയെ കുറിച്ച് സുബ്രഹ്മണ്യനോട് പൊതുവാളാണോ ഇവർ എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഒരു ഹിന്ദിക്കാരി വരുന്നില്ലേ, അത് ഹരിയാനക്കാരി, അവർ കാണിച്ചിട്ട് ചോദിക്കുന്നില്ലേ പൊതുവാളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് ചോദിക്കുമ്പോൾ സുബ്രഹ്മണ്യൻ ഇവർ ഇവിടുത്തെ പൊതുവാളിനേക്കാളും ഉയർന്ന ജാതിയാണെന്നും ഉന്നത കുലജാതയാണെന്നുമാണ് മറുപടി നൽകുന്നത്. ജോലിക്കാരായാലും അവരുടേതായ സ്വത്വവും സ്വാതന്ത്ര്യവും എടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഭാസ്കര പൊതുവാൾ അവരോടെല്ലാം നിഷേധഭാവം പുലർത്തുന്നതും പുറത്താക്കുന്നതും. മനസ്സിലായോ? എല്ലാവരോടും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്നത് അവരുടേതായ രീതിയിൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇയാൾക്കൊരു അടിമയാണ് എപ്പോഴും വേണ്ടത്. ആ ഫ്യൂഡൽ മൈൻഡ് സെറ്റാണ്. അങ്ങനെ ജാതിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. എന്നാൽ അടിമയെപ്പോലെ ആജ്ഞാനുവർത്തിയായിരിക്കുന്ന കുഞ്ഞപ്പനോട്, അതായത് നമ്മുടെ റോബോട്ടിനോട് വളരെ അനുകൂലമായ നയം സ്വീകരിക്കുകയും ചെയ്യുന്നു. കാരണം പറയുന്നൊക്കെ കേൾക്കുന്നു, തിരിച്ച് പ്രശ്നമൊന്നുമില്ല, ഒന്നും പറയുന്നില്ല. ഓഫാക്കിയാൽ ഓഫാകുന്നതും, സുബ്രഹ്മണ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊല്ലാൻ പറ്റുന്നതും, അതായത് ആ റോബോട്ടിനെ ഓഫാക്കിയാൽ കൊല്ലാം, റോബോട്ട് ചത്തല്ലോ, ആ രീതിയിൽ ഓർമ്മകളെ മായ്ച്ചു കളയാൻ പറ്റുന്നതുമായ ഒരു അടിമ ശരീരത്തെയാണ് ഭാസ്കര പൊതുവാൾ ഇഷ്ടപ്പെടുന്നത്. അത് അയാളുടെ ഉള്ളിലുള്ള ഫ്യൂഡൽ മൈൻഡ് സെറ്റാണ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞപ്പനുമായിട്ട് അടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്.
പറഞ്ഞതനുസരിക്കാതെ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല, എന്നെ പേടിപ്പിച്ചിട്ടില്ല, നിനക്കത് മെഷീനായിരിക്കും, എനിക്കിത് മോനാണ് എന്ന് ഭാസ്കര പൊതുവാൾ ഇമോഷണലായിട്ട് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്. ആരോട്? മോനോട്. എന്താണ് അതിൻ്റെ ഗുണം പറയുന്നത്? ആരുടെ? പിന്നെ ഈ റോബോട്ടിൻ്റെ പറഞ്ഞതനുസരിക്കാതെ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല, എന്നെ പേടിപ്പിച്ചിട്ടില്ല, നിനക്കത് മെഷീനായിരിക്കും, എനിക്കിത് മോനാണ്. അപ്പോൾ ഇദ്ദേഹം പ്രതീക്ഷിക്കുന്ന മോൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതെല്ലാം അനുസരിക്കുന്ന, ഇങ്ങനെ പെരുമാറുന്ന, എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണ് എന്ന് ഭാസ്കര പൊതുവാൾ പറയുമ്പോൾ മറുത്തു പറയാത്ത, എല്ലാം അനുസരിക്കുക മാത്രം ചെയ്യുന്ന ഒരു ശരീരത്തെയാണ് മകനായി പോലും അയാൾ പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാം. മകൻ ഉൾപ്പെടെയുള്ള മറ്റ് ശരീരങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ സ്വതന്ത്രേച്ഛ പ്രഖ്യാപിക്കുമ്പോൾ ഭാസ്കര പൊതുവാൾ ഒരു യന്ത്രത്തെ ശരീരമായി ഭാവന ചെയ്യുകയാണ്. മനസ്സിലായോ? അവസാനം ഭാസ്കര പൊതുവാളിന് ഇതൊരു യന്ത്രമാണെന്ന് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. കാരണം അതെൻ്റെ മോനാണെന്നാണ് പറയുന്നത്. മോൻ എന്ന് പറയുമ്പോൾ ആ മോനോടുള്ള സ്നേഹത്തിനപ്പുറത്തോട്ട് ഇയാൾ ഉദ്ദേശിക്കുന്ന മോൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ദാസനായി നിൽക്കുന്ന മോനാണ്. അതാ യന്ത്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്ന, ഒരു വിധത്തിലും പ്രതികരിക്കാത്ത, സ്വത്വരഹിതനായ, ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു ദാസ്യരൂപമായി കുഞ്ഞപ്പൻ ഭാസ്കര പൊതുവാളിൻ്റെ മനസ്സിൽ ഉറച്ചു പോയിരുന്നു. ഓഫ് ചെയ്ത് വെക്കാൻ ഇതെന്താ മെഷീനാണോ എന്ന നിലയിലാക്കാണ് കുഞ്ഞപ്പൻ അയാളുടെ മനസ്സിലേക്ക് വളരുന്നത്. അത് പിന്നെ ചോദിക്കുന്നതാണ്, അപ്പം മെഷീനല്ലേ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കും. പക്ഷെ അത്രത്തോളം കുഞ്ഞപ്പൻ എന്ന് പറയുന്ന റോബോട്ട് ഈ പൊതുവാളുടെ മനസ്സിൽ വളർന്നു പോയിട്ടുണ്ട്. കാരണം അത് പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഫ്യൂഡൽ മൈൻഡ് സെറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പെരുമാറ്റമാണ് റോബോട്ടിൻ്റെത്. പറയുന്നൊക്കെ ചെയ്തു കൊടുക്കും. ഇത് എന്നും മോനെന്നും അവനെന്നുമെല്ലാം പൊതുവാൾ മാറി മാറി കുഞ്ഞപ്പനെ സംബോധന ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യനായി മാറിയ ഒരു മെഷീനായി മാറിയ ഒരു മനുഷ്യനെയോ ആണ് തൻ്റെ ജന്മിത്ത അഭിലാഷങ്ങളിലൂടെ പൊതുവാൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ മകനായ സുബ്രഹ്മണ്യൻ റോബോട്ടും പൊതുവാളും തമ്മിലുള്ള ബന്ധത്തെ എന്തുകൊണ്ടാണ് ഭീതിയോടെ കാണുന്നത് എന്നൊരു പ്രശ്നമുണ്ടാകുന്നു. അതായത് ഈ സുബ്രഹ്മണ്യൻ, സൗബിൻ്റെ ക്യാരക്ടർ, റോബോട്ടും പൊതുവാളും തമ്മിലുള്ള ബന്ധത്തിനെ പേടിയോടെയാണ് കാണുന്നത്. കുഞ്ഞപ്പൻ പൊതുവാളിനെ, അതായത് തൻ്റെ പിതാവിനെ കൊല്ലുമോ എന്ന ഭീതി കൊണ്ടാണ് ഈ ബന്ധത്തെ സുബ്രഹ്മണ്യൻ പ്രോത്സാഹിപ്പിക്കാത്തത്. ഈ ഒരു കാര്യത്തെ ദൃഢമാക്കാൻ ആദ്യ സീൻ മുതൽ ചലച്ചിത്ര ബിംബങ്ങൾ ശ്രമിക്കുന്നുണ്ട്. റോബോട്ട് ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരു യജമാനനെ കൊല്ലുന്ന ദൃശ്യം സീനിലും അവസാന ഭാഗത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം സുബ്രഹ്മണ്യന് പേടി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമുക്ക് ആ ഒരു ഐഡിയ തരുന്നുണ്ട്, അച്ഛനെ കൊന്നുകളയോ എന്നുള്ള പേടി. ഈ പ്രത്യക്ഷപ്പെടുത്തലിലാണ് ദൃശ്യങ്ങളുടെ അബോധം കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് റോബോട്ട് വെള്ളക്കാരനായ തൻ്റെ യജമാനനെ കൊല്ലുന്ന ദൃശ്യം ചലച്ചിത്രത്തിലേക്ക് കടന്നു വരാത്തത്? കുഞ്ഞപ്പൻ പൊതുവാളിനോട് കാണിക്കുന്ന ദാസ്യത്തിൻ്റെ മറുവശമാണിത്. നിലവിലെ സാമൂഹിക ശ്രേണി ബന്ധത്തിനകത്ത് നിന്നാണ്, ഇവിടുത്തെ ഈ ഹൈറാർക്കിയുടെ അകത്ത് നിന്നാണ് റോബോട്ട് ശരീരത്തെ പോലും രഹസ്യമായി ഭാവന ചെയ്തിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും റോബോട്ടുകൾക്കുമെല്ലാം ഒരു വംശീയ അസ്തിത്വമുണ്ടെന്ന് പറയുന്ന പഠനങ്ങൾ പോലും ഉണ്ട് കേട്ടോ. അമേരിക്കയിലെ കോടതികളിൽ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം കറുത്ത വർഗ്ഗക്കാരനായ തടവുകാരെ വീണ്ടും കുറ്റം ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ളവരായി മുദ്രകുത്തിയത് ഒരു വാർത്തയായിരുന്നു. ഈ ഒരു വംശീയാബോധത്തിൽ നിന്നാണ് ചലച്ചിത്രത്തിലെ റോബോട്ടും തൻ്റെ കറുത്ത വർഗ്ഗക്കാരനായ ഉടമസ്ഥനെ കൊല്ലുന്നത്. ഇതേ വംശീയ ബോധത്തിൽ നിന്നാണ് കുഞ്ഞപ്പൻ പൊതുവാളിന് വിധേയപ്പെടുന്നതും. മനസ്സിലായോ? ഈ നിലയിൽ മനുഷ്യ ശരീരത്തിലെ സൂക്ഷ്മ കാമനകളെ തന്നിലേക്ക് പകർത്തിക്കൊണ്ടാണ് കുഞ്ഞപ്പനും പ്രവർത്തിക്കുന്നത്, ആ റോബോട്ടും. കേരള സമൂഹമാകുന്ന ശരീരത്തിലെ സൂക്ഷ്മ കാമനകളെയും ആഗ്രഹങ്ങളെയും ബന്ധങ്ങളും കുഞ്ഞപ്പനിലൂടെ സ്ക്രീനിലേക്ക് തെളിയുന്നുണ്ട്. എല്ലാ നിലയിലും ജന്മിത്താവബോധത്താൽ നിർണ്ണയിക്കപ്പെടുന്ന പൊതുവാളിൻ്റെ അളവുകളെ കുഞ്ഞപ്പൻ സാക്ഷാത്കരിക്കുന്നുണ്ട്. എനിക്ക് അരഗ്ലാസ് ചായ വേണം എന്ന് സുബ്രഹ്മണ്യനോട് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ അരഗ്ലാസിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ആ സീൻ ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ഭാഗത്താ. പൊതുവാൾ അരഗ്ലാസ് അല്ലേ പറഞ്ഞത്, കൂടുതൽ കൊടുത്തപ്പോൾ. അപ്പോൾ സുബ്രഹ്മണ്യൻ ചോദിക്കുകയാണ്, അച്ഛന് വേണ്ടത് കുടിച്ചാൽ പോരെ? അപ്പം പൊതുവാൾ, വേണ്ടതല്ലേ ചോദിച്ചത്, അത് തന്നാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവാൾ ചായ നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വാടാ എന്ന് പറഞ്ഞ് കുഞ്ഞപ്പനെയും വിളിച്ച് പുറത്തേക്ക് പോകുന്നു. ആത്മാർത്ഥതയും ഇവിടെ ഇപ്പം ആ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന സൗബിൻ്റെ ക്യാരക്ടർ മകൻ ആത്മാർത്ഥതയുള്ള മകനാണ്. അരഗ്ലാസ് എന്ന് പറഞ്ഞാലും കൂടുതൽ കൊടുക്കുന്നു, വേണ്ടതെടുത്ത് കുടിക്കാമല്ലോ എന്നുള്ള ആ സ്നേഹവും കരുതലാണോ അത്. അപ്പം ആത്മാർത്ഥതയും സ്നേഹവുമുള്ള മകനെ അല്ല, പിന്നെയോ ദാസ്യവും വിധേയത്വമുള്ള യാന്ത്രികതയും ചേർന്ന അളന്നു കുറിച്ചെടുത്ത ഒരു ശരീര മാതൃകയാണ് പൊതുവാൾ തേടുന്നതെന്ന് ഈ സീനിലൂടെ വ്യക്തമാവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യുന്ന കുഞ്ഞപ്പനെയാണ് പൊതുവാളിന് വേണ്ടത്. മനസ്സിലായോ? അല്ലാതെ പിന്നെ കൂടുതൽ കരുതലും സ്നേഹവും സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സുബ്രഹ്മണ്യനെ അല്ല. മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഫ്യൂഡൽ മൈൻഡ് സെറ്റാണ്. അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോബോട്ട് ആയതുകൊണ്ട് തന്നെയാണ് അതിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത്. ജന്മിത്തത്തിൽ നിന്ന് ആധുനികതയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ശരീര മാതൃകകളോടുള്ള വിരക്തിയും വിരോധവുമാണ് നാടുവിട്ടു പോയി പുറംലോകം കാണുന്ന മകനോടും അയാൾ കാണിക്കുന്നത്. തികച്ചും ആധുനികമായ റോബോട്ട് തൻ്റെ അച്ഛനെ കൊല്ലുമെന്ന ഭയപ്പാടാണ് അബോധമായി മകൻ അനുഭവിക്കുന്നത്. ആധുനികതയുടെ ചിഹ്നങ്ങൾ തറവാട്ടിൽ കയറി തൻ്റെ പിതാവിൻ്റെ
ജന്മിഹൃദയത്തെ അവസാനിപ്പിക്കുമോ എന്നതാണ് അയാളുടെ പേടിയുടെ സാമൂഹിക കാരണം. എന്നാൽ കാര്യങ്ങൾ വിപരീതമായാണ് സംഭവിക്കുന്നത്. കാണികളും സുബ്രഹ്മണ്യനും പ്രതീക്ഷിക്കുന്നത് പോലെ കുഞ്ഞപ്പൻ ഒരിക്കലും പൊതുവാളിനെ കൊല്ലാൻ ശ്രമിക്കുന്നില്ല. മാത്രമല്ല, കുഞ്ഞപ്പൻ കൊല്ലാൻ ശ്രമിക്കുന്നത് സുബ്രഹ്മണ്യനെയാണ് എന്നതാണ് ഒരു വൈപരീത്യം. അതിൻ്റെ ലാസ്റ്റ് സീൻ കേട്ടോ, ക്ലൈമാക്സ്. തൻ്റെ അച്ഛനായ കുഞ്ഞപ്പൻ വേഷം മാറി നിൽക്കുന്നതാണെന്ന് കരുതി അച്ഛനോട് പ്രതികാരം വീട്ടാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം കുഞ്ഞപ്പൻ്റെ അഥവാ റോബോട്ടിൻ്റെ തലക്കടിക്കുന്നതോടെ അതിൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ മോഡ് ആക്റ്റീവ് ആവുകയും പെട്ടെന്ന് അവിടേക്ക് വന്ന സുബ്രഹ്മണ്യൻ്റെ കഴുത്ത് ഞെരിക്കുകയും ഇത് കണ്ട പൊതുവാൾ സുബ്രഹ്മണ്യനെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിന് കേട്ടോ. തുടർന്ന് സ്കൂട്ടർ ഓടിക്കുന്ന സുബ്രഹ്മണ്യൻ്റെയും പിറകിലിരിക്കുന്ന പൊതുവാളിൻ്റെയും സീനാണ് കാണുന്നത്. പൊതുവാൾ സുബ്രഹ്മണ്യനെ കുഞ്ഞപ്പ എന്ന് വിളിക്കുകയും മുന്നിലിരുന്ന് സ്കൂട്ടർ ഓടിക്കുന്നത് കുഞ്ഞപ്പനായി തോന്നുകയും ചെയ്യുന്നു. വ്യത്യസ്ത നിലകളിൽ വായിച്ച് പല നിലകളിലേക്ക് അർത്ഥത്തെ രൂപീകരിക്കാവുന്ന സീനുകളാണിത്. ലാസ്റ്റ് സീന് സിനിമയുടെ ഈ സീനുകളിൽ നിന്ന് വായിക്കാവുന്ന കാഴ്ചകളുടെ ഒരു നില ഇങ്ങനെയാണ്. കുഞ്ഞപ്പൻ വ്യവസ്ഥയുടെ കാമനകളും ശ്രേണീബന്ധങ്ങളും തന്നിലേക്ക് സ്വാംശീകരിച്ച് അതിനനുസരിച്ച് ആടുകയാണ്. എന്നാൽ ഫ്യൂഡൽ കുടുംബഘടനയിൽ അതിൻ്റെ സൂക്ഷ്മ ശരീരമാവാൻ കുഞ്ഞപ്പന് എളുപ്പം സാധിക്കുന്നുണ്ട്. കുഞ്ഞപ്പൻ്റെ സ്വത്വമില്ലായ്മയും, കുഞ്ഞപ്പന് പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഒന്നുമില്ലല്ലോ, ഇവർ പറയും പോലെയല്ലേ, പ്രോഗ്രാം ചെയ്ത ഓർമ്മകളും അതിന് സഹായകമായിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പൊതുവാളിന് കുഞ്ഞപ്പനോട് ആഴത്തിൽ സംവദിക്കാനും ആത്മബന്ധമുണ്ടാക്കാനും സാധിക്കുന്നത്. ഇങ്ങനെ ഫ്യൂഡൽ കുടുംബഘടനയിൽ അലിഞ്ഞു ചേർന്ന കുഞ്ഞപ്പന് ആധുനികതയെ പുറംലോകവുമായി സംവദിക്കുന്ന സുബ്രഹ്മണ്യനോട് വിപ്രതിപത്തി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ വിപ്രതിപത്തി പ്രകടമായി കുഞ്ഞപ്പനിൽ കാണുന്നില്ലെങ്കിലും ഇത് സുബ്രഹ്മണ്യനിൽ വ്യക്തമായുണ്ട്. തൻ്റെ അച്ഛനിൽ നിന്ന് കുഞ്ഞപ്പനെ അകറ്റേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണെന്ന ബോധ്യം അയാൾ കാണിക്കുന്നുണ്ട്. ജന്മിത്തം ആധുനികാനന്തര രൂപങ്ങളിൽ നിന്ന് തങ്ങളുടെ ചിഹ്നങ്ങളെ പുനരുൽപ്പാദിപ്പിക്കുന്ന ഇച്ഛയെയാണ് സുബ്രഹ്മണ്യൻ രഹസ്യമായെങ്കിലും ഭയപ്പെടുന്നത്. കുഞ്ഞപ്പൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ കുഞ്ഞായാണ് സ്ക്രീനിൽ നിറയുന്നത്. എന്നാൽ ഒരു കഥാപാത്രത്തിന് മാത്രം കുഞ്ഞപ്പൻ തൻ്റെ കാണാതായ അച്ഛനാണ്. ആ ഒരു കഥാപാത്രം ഇല്ലേ, അറിയൂലേ, തുടക്കം മുതലേ അതിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ കാസർഗോഡ് കാണിക്കുമ്പോൾ തന്നെ ആ ആളുടെ മരിച്ചതിന് ശേഷമുള്ള കർമ്മം ചെയ്യുന്നതെന്നാണ് തുടങ്ങുന്നത്, കാണാതായ അച്ഛൻ. ഈ വ്യക്തി തൻ്റെ അച്ഛനോടുള്ള പ്രതികാരം കുഞ്ഞപ്പനിലേക്ക് നടപ്പാക്കുമ്പോൾ അത് ജന്മിത്തത്തിനെതിരെയുള്ള പ്രതീകാത്മക പ്രതിരോധമായി തീരുന്നു. തൻ്റെ മകനെ അഥവാ സുബ്രഹ്മണ്യനെ കൊല്ലാൻ ശ്രമിച്ചിട്ടും കുഞ്ഞപ്പനോട് പൊതുവാളിനുള്ള അഗാധ ബന്ധം തുടരാനുള്ള കാരണമാണ് പ്രധാനം. വ്യവസ്ഥയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള തൻ്റെ പരമ്പരാഗത വിശ്വാസങ്ങളെല്ലാം ചേർത്ത് നിർമ്മിച്ചെടുത്ത ഒരു ബിംബമാണ് പൊതുവാളിന് കുഞ്ഞപ്പൻ. അവസാന സീനിൽ തൻ്റെ മുന്നിലിരുന്ന് സ്കൂട്ടർ ഓടിക്കുന്നത് കുഞ്ഞപ്പനായാണ് അയാൾ കാണുന്നത്. അങ്ങനെ സൗബിൻ്റെ ക്യാരക്ടറിനെ കുഞ്ഞപ്പാന്ന് വിളിക്കുന്നുണ്ട്. പൊതുവാൾ മാത്രം കാണുന്ന ഈ കാഴ്ചയാണ് ജന്മിത്തത്തിൻ്റെ ജീവിതം. ഈ കാഴ്ചയ്ക്കെതിരെ സ്വന്തം പുറം ലോകത്തെ കാഴ്ചകൾ കൊണ്ടുവരുന്നത് കൊണ്ടാണ് സുബ്രഹ്മണ്യനോടുള്ള ബന്ധം പൊതുവാളിന് കുറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അതായത് ഇദ്ദേഹത്തിൻ്റെ ഫ്യൂഡൽ മൈൻഡ് സെറ്റിനെതിരെ നമ്മുടെ സൗബിൻ്റെ ക്യാരക്ടർ പുറത്തു പോവുകയും അവിടുത്തെ കുറേ ചിന്തകൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവനോടുള്ള ബന്ധം കുറഞ്ഞു വരുന്നത്. സുബ്രഹ്മണ്യൻ തറവാട് വിട്ടിറങ്ങിയതിന് ശേഷമാണ് പൊതുവാളും സുബ്രഹ്മണ്യനും തമ്മിലുള്ള സംഘർഷങ്ങൾ ആരംഭിക്കുന്നതെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. മീൻസ് ആ അച്ഛന് മകനെ ചൊൽപ്പടിക്ക് കിട്ടാത്ത അവസ്ഥയിലാണ് അവർ തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നത്. ആ അച്ഛന് ആ ഫ്യൂഡൽ മൈൻഡ് സെറ്റ്, ആ ജാതീയ മേൽക്കോയ്മ മൈൻഡ് സെറ്റിൽ അടിമപ്പണിയെടുക്കുന്ന ഒരു ശരീരമാണ് വേണ്ടത്. അത് കുഞ്ഞപ്പനിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞപ്പനിലേക്ക് കൂടുതൽ അടുക്കുന്നത്. പിന്നീട് പിതാക്കളും പുത്രന്മാരും തമ്മിലുള്ള കൊലപാതക ശ്രമങ്ങളും അധികാരക്കൊതിയും അസൂയയും ചേർന്ന സംഘർഷങ്ങളാണ് ഈ സിനിമകളുടെ ജീവൻ. നിലവിലെ വ്യവസ്ഥയ്ക്കപ്പുറം നിൽക്കുന്ന ഒരു ലോകത്തിൻ്റെ കഥയാണ് ചലച്ചിത്രങ്ങൾ റോബോട്ട് കഥകളെ ആഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ വ്യവസ്ഥയുടെ സൂക്ഷ്മ ചലനങ്ങളിൽ നിന്നാണ് ഈ റോബോട്ട് ശരീരങ്ങളെല്ലാം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യവംശത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന പിതൃഹത്യയും, പാട്രിസൈഡ് പിതാവിനെ കൊല്ലുക, പിതൃപൂജയും, പാട്രിപാസ്യൻ, ഈ ചലച്ചിത്രങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. തങ്ങൾ നിർമ്മിച്ച റോബോട്ടുകൾ തങ്ങളെ ഭരിക്കാൻ വരുമ്പോഴുള്ള പിതൃബോധത്തിൻ്റെ ഒരു പ്രതിസന്ധി. അതായത് അവിടെ റോബോട്ടിനെ ഉണ്ടാക്കിയ ആളാണല്ലോ ഇവിടെ അച്ഛൻ. മനസ്സിലായില്ല? അപ്പോൾ ആ റോബോട്ട് ഇവരെ കൊല്ലാൻ വരിക എന്ന് പറഞ്ഞാൽ അച്ഛനെ കൊല്ലുന്നതിന് തുല്യമാണ്, അത് ഉണ്ടാക്കിയ ആളുകളെ. പിതൃബോധത്തിൻ്റെ ഒരു പ്രതിസന്ധി വസീകരനും, യന്ത്രൻ സിനിമ, സുബ്രഹ്മണ്യനും, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. തങ്ങൾ നിർമ്മിച്ച റോബോട്ടുകൾ തങ്ങളെ പൂജിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവരാൽ തന്നെ കൊല്ലപ്പെടുമെന്ന പേടിയും ഇവരിൽ ഉടലെടുക്കുന്നുണ്ട്. ഇതേ നിലയിൽ റോബോട്ടുകളും വ്യവസ്ഥയുടെ സൂക്ഷ്മ ശരീരങ്ങളെന്ന നിലയിൽ പിതൃഹത്യയോടും പിതൃപൂജയോടുള്ള അഭിരതിയും മാറി മാറി പ്രകടിപ്പിക്കുന്നുണ്ട്. പിതൃഹത്യയോടും പിതൃപൂജയോടുമുള്ള അഭിരതി മാറി മാറി പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഈ റോബോട്ടുകൾ പൂജ ചെയ്യുന്ന രീതിയിൽ അവർ പറയുന്നൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അവർക്കെതിരെ തിരിയുന്നുണ്ട് ഈ സിനിമകളിലെല്ലാം. യന്ത്രൻ 2.0 ചിട്ടി റോബോ പ്രതീകാത്മകമായ പിതൃഹത്യയും, ചിട്ടി റോബോ വന്നതിന് ശേഷം വളരെ രഹസ്യമായ രീതിയിൽ വസീകരൻ സ്ക്രീൻ ഔട്ട് ആവുകയും ശരീരം പോലും തടവിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിതൃഹത്യ അതുണ്ടാക്കിയ ആള് കഷ്ടപ്പെട്ടു പോവുക.
പിതൃപൂജയും തന്നെ നിർമ്മിച്ച വസീകരന്റെ പൂർണ്ണ സംരക്ഷകനായിട്ടും മാറുന്നുണ്ട്. അത് പിതൃപൂജയാണ്. മനസ്സിലായില്ലേ? മാറി മാറി കടന്നു വരുന്നുണ്ട്. ഈ രൂപത്തിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നിലവിലെ വ്യവസ്ഥയുടെ സൂക്ഷ്മ സ്ഥാനമായ പൊതുവാളിനെ പിതൃരൂപത്തിൽ പൂജിക്കുകയും ആധുനികതയുമായി സംവദിക്കാൻ ശ്രമിക്കുന്ന സുബ്രഹ്മണ്യനെ കൊല്ലാനും ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരേ സമയം പിതൃപൂജ ചെയ്യാനും എന്നാൽ പിതൃഹത്യ ചെയ്യാനും രണ്ടിനും ഈ റോബോട്ട് ഈ സിനിമകളിലൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, റോബോട്ടിന്റെ ലിംഗവും പരിസ്ഥിതിയും, അതാണ് അടുത്ത ഹെഡിങ്. റോബോട്ട് കഥാപാത്രങ്ങൾക്ക് ശരീര കാമനകൾ ഉള്ളതുപോലെ തന്നെ പുരുഷ നോട്ടങ്ങളും ലിംഗാധിപത്യ വിചാരങ്ങളും ഉണ്ട്. ഞങ്ങളാണ് വലിയ ആൾ എന്നുള്ളത്. യന്ത്രൻ 2.0 ആദ്യ സീൻ മുതൽ നിളയെന്ന സ്ത്രീ റോബോട്ട് വസീകരനോടൊപ്പം ഉണ്ടെങ്കിലും നിർണായക സന്ദർഭങ്ങളിലെല്ലാം രക്ഷകനായെത്തുന്നത് ചിട്ടി റോബോ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ ആധിപത്യം കാണിക്കുന്നുണ്ട്, ലിംഗപരമായിട്ടുള്ള ആധിപത്യം. വസീകരന്റെ മനോനിലയും ഇച്ഛകളും സൂക്ഷ്മമായി മനസ്സിലാക്കാനും ചിട്ടി റോബോയ്ക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ. നിള വസീകരന്റെ ഇച്ഛകളും പക്ഷിരാജന്റെ തന്ത്രങ്ങളും വില്ലന്റെ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നുണ്ട്. കാരണം വസീകരൻ തന്റെ താരശരീരത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് ചിട്ടി റോബോയെ നിർമ്മിച്ചിരിക്കുന്നത്. ചലച്ചിത്രം വസീകരന്റെ ആൾട്ടർ ഈഗോ ആത്മമിത്രമായിട്ടാണ് ചിട്ടി റോബോയെ വരയ്ക്കാൻ ശ്രമിക്കുന്നതെങ്കിലും വസീകരന്റെ ആത്മമായും അപരമായിട്ടും മാറി മാറി ചിട്ടി റോബോ വരുന്നുണ്ട്. ചിട്ടി റോബോ വസീകരന്റെ താരശരീരം, അതായത് രജനീകാന്തിൻ്റെയും ആഗിരണം ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചേർത്ത് അതിനേക്കാൾ വലുതാകുന്നു. പരമേശ്വര രൂപത്തിൽ അവതരിപ്പിക്കുന്ന ചിട്ടി റോബോ വരുന്നതോടെ സ്ക്രീൻ സ്പേസിൽ നിന്ന് വസീകരൻ പുറത്തു പോകുന്നു. തുടർന്ന് വ്യവസ്ഥയിൽ കൂടിയിരിക്കുന്ന ശ്രേണീബന്ധങ്ങളും ആധിപത്യ വാസനകളും രഹസ്യമായി ആഗിരണം ചെയ്തുകൊണ്ടുള്ള ചിട്ടി റോബോയുടെ ആട്ടമാണ് സ്ക്രീനിൽ തെളിയുന്നത്. യന്ത്രൻ 1 വസീകരനിൽ വിഘടിക്കപ്പെട്ട ചിട്ടി റോബോയല്ല 2 കാണുന്നത്. അവൻ ആകാശത്തോളം വളരുകയും ഉറുമ്പിനോളം ചെറുതാവുകയും 1000ഓളം ചെറു റോബോട്ടുകളായി മാറുകയും ചെയ്യുന്നു. ഇത്തരം ശേഷികളൊന്നുമില്ലാത്ത നിളയാകട്ടെ, ആ പെൺ റോബോ ആവട്ടെ, ഇയാൾക്കൊരു ബുദ്ധി കുറഞ്ഞ കേവല ശരീരമാണ്. മാത്രമല്ല ചിട്ടി റോബോയും നിളയും റോബോട്ടുകളായിരിക്കുമ്പോൾ തന്നെ ചിട്ടി റോബോയ്ക്ക് നിളയൊരു കേവല ശരീരമാണ്. ആൺനോട്ടങ്ങൾ നിർമ്മിക്കുന്ന ബിംബങ്ങൾക്കകത്തു നിന്നുകൊണ്ടാണ് ചിട്ടി റോബോ നിളയെ കാണുന്നത്. അപ്പം ആ ഒരു ലിംഗാധിപത്യം എവിടെയുമുണ്ട്, ഈ റോബോട്ടിക്സിന്റെ അല്ലെങ്കിൽ റോബോട്ടിന്റെ ഇടയിലുമുണ്ട് ഈ സിനിമകളിലൊക്കെ എന്ന് പറയാണ്. ചിട്ടി റോബോയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അതിന്റെ പ്രകൃതി വിരുദ്ധതയാണ്. ഇതറിയണമെങ്കിൽ പക്ഷിരാജനോടുള്ള ചിട്ടി റോബോയുടെ സമീപനം എന്താണെന്ന് നോക്കണം. മനുഷ്യരും കോർപ്പറേറ്റുകളും ചേർന്ന് സൃഷ്ടിക്കുന്ന മൊബൈൽ ഫോൺ വികിരണങ്ങൾ, റേഡിയേഷൻസ് പക്ഷികളുടെ അവസാനത്തിന് കാരണമാകുമെന്നതുകൊണ്ട് അതിനെതിരെയുള്ള പ്രതിഷേധ ബിംബം എന്ന നിലയിൽ പക്ഷിരാജൻ എന്ന ബൃഹദാഖ്യാനത്തെ ചലച്ചിത്രം ഉയർത്തിക്കൊണ്ടുവരുന്നത്. വസീകരൻ ചിലപ്പോഴെങ്കിലും കാണിക്കുന്ന പ്രകൃതിയോടുള്ള മമത, താല്പര്യം ചിട്ടി റോബോ കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല പക്ഷിരാജനെ മിമിക്രിയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആ ഫിലിം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, യന്ത്രൻ 2. പക്ഷിയുടെ ശബ്ദത്തെ മിമിക്രിയാക്കി നിരന്തരം അവതരിപ്പിക്കുകയും പക്ഷി ചത്തതുപോലെ ആക്ഷൻ കാണിക്കുകയും നിനക്കിനി പറക്കാൻ പറ്റില്ലെന്ന് പറയുകയും ചെയ്യുന്ന ചിട്ടി റോബോ മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ലേഖനം കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ യന്ത്രൻ 1, യന്ത്രൻ 2.0 അതുപോലെ തന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നിർബന്ധമായിട്ടും കണ്ടിരിക്കണേ. ഓക്കെ, അല്ലാതെ ആ സിനിമകളുടെ കഥ മൊത്തം നമുക്കിപ്പം പറയാൻ പറ്റില്ല. സോ അത് നിർബന്ധമായിട്ടും അത് 3 കാണണം കേട്ടോ. ഇനി പക്ഷിരാജനെ ഭീമാകാരനായും ദുരന്തമൂർത്തിയായും അവതരിപ്പിച്ച് മനുഷ്യരെ ഇരയായും ഭാവന ചെയ്ത് രക്ഷക രൂപത്തിലെത്തുന്ന ചിട്ടി റോബോ ഒരു റോബോ കോളനിയാണ് ഭാവന ചെയ്യുന്നത്. അനേകം റോബോട്ടുകളുള്ള ദേശത്ത് മനുഷ്യർ ആശ്രിതരായി മാത്രം കഴിയേണ്ടി വരികയും കാര്യങ്ങൾ റോബോട്ടുകൾ നിർണ്ണയിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ സ്വാഭാവികമായി ചലച്ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് റോബോട്ടുകൾ നമ്മുടെ ജനസംഖ്യയെക്കാളും കൂടുതൽ വരുമ്പോഴത്തേക്ക് മനുഷ്യൻ അവരെ ആശ്രയിച്ച് കഴിയുക, റോബോട്ടുകൾ മെയിനാവുന്ന ഒരു അവസ്ഥ. എന്നാൽ സ്വാഭാവികമായ പ്രകൃതിയെ നെഗറ്റീവ് എനർജിയുടെയും ഈവിൾ ഫോഴ്സിന്റെയും കേന്ദ്രസ്ഥാനത്താക്കി മാറ്റി റോബോട്ട് രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുന്നുണ്ട്. റോബോട്ട് ആവുന്നുണ്ട് രക്ഷിതാവ്. ഇരയെ വേട്ടക്കാരനാക്കി മാറ്റുന്ന സവിശേഷ ആഖ്യാന തന്ത്രവും ചലച്ചിത്രത്തിൽ സംഭവിക്കുന്നുണ്ട്. പരിസ്ഥിതിയും മനുഷ്യരും തമ്മിലുള്ള ജൈവ ബന്ധത്തിന് പ്രതിസന്ധിയായി മനുഷ്യൻ വളരുകയാണെന്ന വിവരത്തിന് മേൽ വളർത്തിയെടുത്ത തീം വളരെ പെട്ടെന്ന് തന്നെ ഒരു മിത്തായി മാറി മറിയുന്നു. കാരണം ഇരയാക്കപ്പെട്ട പരിസ്ഥിതിയും പക്ഷികളും വേട്ടക്കാരന്റെ സ്വരൂപത്തിലേക്ക് മാറ്റി വരയ്ക്കപ്പെട്ടു. വേട്ടക്കാരുടെ സ്വരൂപത്തിലുണ്ടായിരുന്ന മനുഷ്യർ ഇരകളാക്കി വരയ്ക്കപ്പെട്ടു. തുടർന്ന് യന്ത്രൻ 1 വേട്ടക്കാരനായി പ്രോഗ്രാം ചെയ്യപ്പെട്ട ചിട്ടി റോബോ ഇവിടെ നായകനായി പ്രോഗ്രാം ചെയ്യപ്പെട്ട് സ്ക്രീൻ നിറഞ്ഞാടുന്നു. ഇതോടെ യന്ത്രൻ 1 കേന്ദ്രമായി നിന്ന വസീകരൻ 2 സത്തയില്ലാത്തവനായി കേവല യന്ത്രം പോലെ നിൽക്കുന്നു. യന്ത്രമായിരുന്ന ചിട്ടി റോബോയാകട്ടെ മനുഷ്യവികാരങ്ങളും സത്തയും സ്വത്വം ആഗിരണം ചെയ്ത താരശരീരം തന്നെയായി മാറുന്നു. വസീകരന്റെ ശരീരം പോലും പക്ഷിരാജൻ പിടിച്ചു വെക്കുകയാണ്.
ഒരു വശത്ത് ചിട്ടി റോബോ താരമായി പരിണമിക്കുമ്പോൾ വസീകരൻ ശരീരമില്ലാത്തവനായി അലയുന്നു. വസീകരൻ ഉണ്ടാക്കിയതാണ് ഈ ചിട്ടി റോബോയെ. അങ്ങനെ ചിട്ടി റോബോ നേതൃസ്ഥാനത്തും വസീകരൻ സൈഡും ആവുന്നു എന്നുള്ളത്. ഓക്കെ, വസീകരന്റെ ശരീരം പക്ഷിരാജൻ പിടിച്ചു വെച്ചിരിക്കുന്നുവെന്നതാണ് ചലച്ചിത്രത്തിന്റെ ഒരു വന്യഭാവന. ഈ ഭാവനയിൽ പ്രകൃതിയുടെ അപരമായി മനുഷ്യനെ അവതരിപ്പിക്കുകയും അതിനിടയിലേക്ക് റോബോട്ട് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. കൃത്രിമ പ്രാവുകളെപ്പോലും നിർമ്മിച്ച മനുഷ്യരുടെ രക്ഷക സ്ഥാനത്തേക്ക് വരുന്നൊരു റോബോ ഭാവന ചലച്ചിത്ര ദൃശ്യങ്ങളിലുണ്ട്. ഈ നിലയിലും സ്വാഭാവിക പ്രകൃതിയെ കൃത്രിമമാക്കി നെഗറ്റീവ് ഫോഴ്സാക്കി മാറ്റുന്നുണ്ട്. ഒപ്പം കൃത്രിമ രൂപങ്ങളെ, കൃത്രിമ പ്രാവും റോബോട്ട്സും ഒക്കെ ജൈവ രൂപത്തിൽ അവതരിപ്പിച്ച് സ്വാഭാവികമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ഒരു രസകരമായ ഫ്രെയിമിൽ സുബ്രഹ്മണ്യനും കാമുകിയും മൊബൈൽ നോക്കിക്കൊണ്ട് രണ്ട് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യർ മൊബൈൽ ഫോണിലൂടെ ഒറ്റയായ ദിശകളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ഒരു അടിമ ശരീരമായ റോബോട്ടുകൾ കടന്നു വരുന്നത്. യന്ത്രത്തിലേക്ക് ചുരുങ്ങുകയും സ്വാഭാവിക ബന്ധങ്ങൾ പലയിടത്തും മുറിഞ്ഞു പോവുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് നിർമ്മിത ബുദ്ധി AI-യും ഓർമ്മകളുമായ റോബോട്ട് വരുന്നു. മനുഷ്യർ വികാരങ്ങളിൽ നിന്ന് യന്ത്രമായി മാറുമ്പോൾ, മൊബൈലൊക്കെ നോക്കി യന്ത്രമായിട്ട് മാറുമ്പോൾ, റോബോട്ടുകൾ വികാരങ്ങൾ ആർജിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ ഇമോഷൻസ് ഒക്കെ റോബോട്ട് കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? അവ യന്ത്രസ്ഥാനങ്ങളിൽ എത്തിയാൽ സംഭവിക്കുന്ന മനുഷ്യ സത്തയുടെ സംഘർഷങ്ങളാണ് പല നിലകളിൽ ചലച്ചിത്ര ഭാവനകളായി കടന്നു വരുന്നത്. ഈ ഭാവനകളിൽ മനുഷ്യരുടെ സഹായിയായ റോബോട്ടല്ല, മനുഷ്യരുടെ അന്തകനായും രക്ഷകനായും മാറി മാറി വരുന്ന റോബോട്ടുകളെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ റോബോട്ടുകൾ കഥാപാത്രമായി വന്ന് കഥയെ നിർണ്ണയിക്കുകയും തങ്ങളുടെ കാഴ്ചകൾ കഥയെ മാറ്റിവരയ്ക്കുകയും ചെയ്യുന്നു. സാമ്പ്രദായിക നായക ശരീരങ്ങൾ അസ്തിത്വമില്ലാതെ അലയുമ്പോൾ റോബോട്ടുകൾ അസ്തിത്വത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും കേന്ദ്രമാകുന്നു. ഈ നായക രൂപങ്ങൾ ആദ്യഘട്ടത്തിൽ റോബോട്ടുകളെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ടാം ഘട്ടത്തിൽ റോബോട്ടുകൾ സ്വയം പ്രോഗ്രാമായി മാറുകയും ചലച്ചിത്ര ഘടന തന്നെ മാറ്റിവരയ്ക്കുകയും ചെയ്യുന്നു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ സുബ്രഹ്മണ്യനും കമ്പനിയും ചേർന്ന് കുഞ്ഞപ്പനെ നിർവീര്യമാക്കാൻ ശ്രമിച്ചിട്ടും അവൻ കുഞ്ഞപ്പനായി തന്നെ ഭാസ്കര പൊതുവാളുടെ മനസ്സിലൂടെ നിലനിൽക്കുന്നു. ഇതുപോലെ യന്ത്രൻ 2.0യിലും ബൈസെന്റിയൽ മാനിലും, ആദ്യം പറഞ്ഞ സിനിമയിലെ ഈ ലേഖനത്തിന്റെ മാനിലുമെല്ലാം റോബോട്ടുകളെ വിഘടിപ്പിക്കാൻ മനുഷ്യനായകർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചലച്ചിത്ര അവസാനത്തിൽ റോബോട്ടുകളെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനായക രൂപങ്ങൾ സ്വയം വിഘടിച്ചു പോവുകയും റോബോട്ടുകൾ താരശരീരങ്ങളായി ഉയർന്നു വരികയും ചെയ്യുന്നു. ഇങ്ങനെ ചലച്ചിത്രങ്ങളുടെ ആഖ്യാന ഘടനയെ അഴിച്ചു പണിത റോബോട്ട് കഥാപാത്രങ്ങൾ ഭൂമിയുടെ ആഖ്യാന ഘടനയിൽ എങ്ങനെ ഇടപെടുന്നുവെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും, വെയിറ്റ് ചെയ്ത് നമ്മൾ കാണേണ്ടി വരും എന്ന് പറയാണ്. ഇവിടെയാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ യന്ത്രൻ 1, യന്ത്രൻ 2, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ഇതൊക്കെ വൃത്തിക്ക് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലേഖനം പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാവും. ഈ സിനിമ വൃത്തിക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലേഖനം വളരെ എളുപ്പമാണ്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ്സുകൾ രണ്ടും കേൾക്കുക. 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ പുതിയ ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്